ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് നിർണായക ചർച്ചയ്ക്ക് ഇറാൻ ഒരുങ്ങുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ച നടത്തുന്നത്. ജനീവയിലാണ് നാളെ ചർച്ച നടക്കുക. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച. 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ച നടത്തുന്നതെന്ന് വ്യക്തമാക്കി. ഇറാന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ക്ലീൻ ചീറ്റ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി ജനറൽ റാഫേൽ മരിയോ ഗ്രോസി വ്യക്തമാക്കി. ഇറാൻ ആണവ ബോംബിന്റെ പടിവാതിൽക്കലാണെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത്. സഖ്യകക്ഷികൾ ഇറാഖിനെ ആക്രമിച്ചതും ഇതേ കാരണം പറഞ്ഞായിരുന്നു. ആണവായുധം നിർമ്മിക്കുന്ന ഒരു നീക്കവും ഇറാനില്ലെന്നും ഗ്രോസി അൽ ജസീറയോട് പറഞ്ഞു. ഇറാന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ക്ലീൻ ചീറ്റ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി ജനറൽ റാഫേൽ മരിയോ ഗ്രോസി പറഞ്ഞു. ഇറാന് ആണവ ബോംബിന്റെ പടിവാതിൽക്കലാണെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത്. സഖ്യകക്ഷികൾ ഇറാഖിനെ ആക്രമിച്ചതും ഇതേ കാരണം പറഞ്ഞു തന്നെയാണ്. ആണവായുധം നിർമ്മിക്കുന്ന ഒരു നീക്കവും ഇറാനില്ലെന്നും ഗ്രോസി അൽ ജസീറയോട് പറഞ്ഞു. ഇസ്രയേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രയേലിലെ ടെൽ-അവീവിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 5ഓളം സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു. ഇറാന്റെ ആണവ റിയാക്ടറും ഇസ്രയേൽ ആക്രമിച്ചു. ബെർഷേബയിലെ സൊറോക്കോ ആശുപത്രിയിലുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ മലയാളികൾ സുരക്ഷിതരെന്ന് ഇസ്രയേലിൽ നിന്നുള്ള മലയാളി അരുൺ കിഴക്കൻ. ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങണമെന്നും കഴിവതും ബങ്കറുകളിലേക്ക് താമസം മാറണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചതായും അരുൺ കിഴക്കൻ പറഞ്ഞു.